അയ്യോ, അങ്ങനൊന്നും വേണ്ട. പിന്നെ അല്ലാതെ ഞാൻ പറയുന്ന കേൾക്ക്, നമുക്ക് ആരും അറിയാതെ കാര്യം സാധിക്കാം. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതല്ലേ? എന്റെ ചേച്ചി അറിഞ്ഞ എന്നെ കൊല്ലും. കൊല്ലാതിരിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു മരുന്ന് കൊണ്ടുവരാം. എനിക്ക് മരുന്നും മണ്ണാങ്കട്ടിയൊന്നും വേണ്ട. എന്നെ അങ്ങ് വിളിച്ചോണ്ട് പോ. നിന്നെ കൊണ്ട് വീട്ടിലേക്ക് ചെന്നാലേ ചേട്ടൻ രണ്ടിനെയും കൊല്ലു. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് എന്താണ് ഒരു കുറവ്? നിന്റെ ചേച്ചിയുടെ വിശേഷം അറിയാത്തവരായി ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരുത്തിയുടെ അനുജത്തിയെ രഹസ്യമായിട്ട് വെച്ചോണ്ടിരിക്കാം അല്ലേ? ജനാർദ്ദനോ, മരുന്നിനും മന്ത്രവാദത്തിനും ഒന്നും പോണ്ട. വേറൊരു വഴിയുണ്ട്. വലിയ ചെലവൊന്നുമില്ല. കാര്യം വളരെ നിസ്സാരം. അതായത് ഈസി. കുട്ടപ്പോ, എന്തോ അതിങ്ങ് കൊണ്ടുപോടാ. ദാ പിടിച്ചോ. പെങ്ങളെ, പണ്ട് പറഞ്ഞ കാര്യം മറന്നിട്ടില്ലല്ലോ. ഇപ്പോഴെന്തായി? എന്തായാലും നീ പേടിക്കണ്ട പെണ്ണേ. അയ്യോ, നിങ്ങൾ എന്ത് ഭാവിച്ച? കൊല്ലാനും തിന്നാനും ഒന്നുമല്ല. ദേ മാല പിടിക്കും. മേടിക്ക്. മേടിക്കാൻ വീട്ടിലെന്റെ ചേട്ടനെങ്ങാനും പറഞ്ഞാൽ അപ്പോഴീ വരവിനും പോക്കിനും ഒക്കെ തന്റെ ചേട്ടന്റെ അനുവാദം ഉണ്ടായിരുന്നു. സാരമില്ലടോ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇത്തരം ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. പിടി മേടിച്ചോ. ഇങ്ങോട്ട് നീങ്ങി പിടി. ചെല് ചെല്. ജനാർദ്ദനോ, മോനെ, ഈ മാല അങ്ങ് പിടിക്ക്. എന്തായാലും കല്യാണം കഴിപ്പിക്കാതെ നിന്നെ ഞങ്ങൾ വിടുകയല്ല. അയ്യോ, ലവളുടെ ഒരു ജ്ഞാനം. ഇട കുട്ടപ്പ, രണ്ട് കൊരവ. ഒരു പൈസ ചെലവില്ലാതെ കാര്യം ഉഷാറായേ. ഇനി ആരെയും പേടിക്കണം, ലൈസൻസ് ഉണ്ടല്ലോ. ഇനി അവരായി അവരുടെ പാടായി നമുക്ക് വാ. കുട്ടപ്പ, നമുക്കൊരു പരിപാടി നടത്തിക്കളയാം. നീ മിടുക്കി, ബുദ്ധിമതി. നിന്റെ മകളെ കൊണ്ട് എന്റെ മകനെ വശീകരിപ്പിച്ചാൽ രണ്ട് കാര്യം സാധിക്കാമെന്നല്ലേ നീ കരുതിയത്? മൂത്ത മകൾക്ക് രക്ഷപ്പെടാനൊരു വഴി തെറ്റിക്കും ഞാൻ. അവനെ അവൾക്ക് കിട്ടുകയില്ല. എനിക്ക് അങ്ങനെ യാതൊരു വിചാരവും ഇല്ലായിരുന്നു. ആ ബന്ധം വേണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടിപ്പോ എന്തുണ്ടായി? നിന്റെ മകളോടെ, എന്റെ മകളോടെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ജീവനോടെ കാണണമെങ്കിൽ മര്യാദയ്ക്ക് അവളെ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ അവരുടെ ശവം പോലും ഞാൻ കാണിക്കില്ല. ഞാൻ എവിടെ പോയി അന്വേഷിക്കാന്? പോയ സ്ഥലം നിനക്ക് അറിഞ്ഞുകൂടല്ലേ? തിരുവനന്തപുരത്തേക്കാണ് അവർ പോയെന്ന് എനിക്കറിയാം. അവിടെ നിന്റെ ഒരു ബന്ധുണ്ടല്ലോ. നിന്റെ സഹായത്തോടെ മാത്രമേ അവർക്ക് ഓടിപ്പോകാൻ കഴിയൂ. പ്രേമയുടെ അകത്തുണ്ട്. വിളിക്കും. എനിക്ക് അവളെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. മോളെ, എന്താമ്മേ? നീ ഇവിടെ എന്റെ കൂടെ വരണം. ഞാൻ വരില്ല. ധിക്കാരം പറയുന്നു. എന്താണെന്ന് വെച്ചാ അവളോട് ഇവിടെ വെച്ച് പറഞ്ഞുകൂടെ? എന്നെ അനുസരിക്കാൻ ഭാവമുണ്ടോന്ന്? എനിക്ക് സാധിക്കില്ല മോളെ. പ്രൊഫസർ നരേന്ദ്രനെ കൊന്നതാരാണെന്ന് അറിയാമോ? അല്ല, എന്റെ അമ്മയല്ല. നിങ്ങൾ കള്ളം പറയുകയാണ്. ഞങ്ങളെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. ഈ ഫോട്ടോ പുറത്തു വന്നാൽ നിന്റെ അമ്മ ജയിലിൽ, നീ അനാഥ. സാർ, എന്താ ജോഷി? ഫാക്ടറിയിൽ പോലീസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ പാൽപ്പൊടിയിൽ എന്തോ കുഴപ്പമുണ്ടത്രേ. കുറെ കുട്ടികളെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ശരി, നീ പോയിക്കോ. ഞാൻ എത്തിപ്പോയി. അവരെ കണ്ടുപിടിച്ച് എന്റെ മകനെ എനിക്ക് തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ എല്ലാ കണക്കുകൂട്ടലുകളും ഞാൻ തെറ്റിക്കും. എന്തൊക്കെയാണ് ഇത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോളെ. അമ്മ കൊലപാതകയല്ല. അദ്ദേഹത്തിന് നിലവിളി കേട്ട് ഓടിച്ചെന്നപ്പോ നെഞ്ചിൽ കത്തിയോടെ കടന്ന് പെടയുന്നതാണ് അമ്മ കണ്ടത്. ഇതാണ് മോളെ നടന്നത്. നമ്മുടെ അച്ഛനെ കൊലപ്പെടുത്തി നമ്മുടെ കുടുംബം നശിപ്പിച്ച ആ ദ്രോഹി എന്തിനും മടിക്കാത്തവനാണ്. അവന്റെ മകനെയും വിശ്വസിച്ചുകൂടാ. രജനി അവൻ വഞ്ചിക്കും.
തീർച്ച. ഞാൻ എന്ത് വേണം മോളെ? രജനി എങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ പോകാം മോളെ. തിരുവനന്തപുരത്ത് നമ്മുടെ ചന്ദ്രനുണ്ടല്ലോ, അവന്റെ സഹായത്തോടെ അവളെ നമുക്ക് കണ്ടുപിടിക്കാം. നിന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്താൽ അമ്മയ്ക്ക് സമാധാനമായി. അയ്യോ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ? അയ്യോ, ഓടി വരണേ. അയ്യോ, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയേ? എനിക്ക് അറിഞ്ഞൂടെ. അയ്യോ, എന്തായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശക്കുന്നെന്ന് പറഞ്ഞു പാല് കലക്കി കൊടുത്തു. ഉടനെ വയറ്റിളക്കം ഛർദിന്നോട്. BKN പ്രോഡക്ട്സിന്റെ പാൽപ്പൊടി കഴിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഛർദിയും വയറ്റിളക്കമാണ്. കുറെ പേരെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂടി നിലവിളിച്ചോണ്ടിരുന്നാലോ? കുഞ്ഞിനെ എടുക്കാൻ നമുക്ക് ആശുപത്രി വേണ്ട, കുട്ടിയെ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. ഇനിയിപ്പോ ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോ പാൽപ്പൊടി കലക്കി കുടിച്ചപ്പോഴാണോ ഈ കുഴപ്പമുണ്ടായത്? ഇവിടത്തെ കമ്പനിയിൽ ഉണ്ടാക്കിയത് വില കുറവാണല്ലോ എന്ന് കരുതി വാങ്ങിട്ടാണ്. മനുഷ്യനെ കൊല്ലാനുള്ള ഒരു പാൽപ്പൊടി കച്ചവടം. എന്നിട്ട് നിങ്ങളെല്ലാം കൂടെ സങ്കടപ്പെട്ടോണ്ടിരിക്കുക. വിഷം വിൽപ്പനയ്ക്ക് വെച്ച് കാശുണ്ടാക്കുന്ന മാന്യന്മാർ അവരെ ഒന്നും വെറുതെ വിട്ടുകൂടാണ്. വാ, നമുക്ക് പോവാം. കമ്പനി പണിക്കിലേക്ക് പോവാം. നേരെ വരുന്നുണ്ടോ? ശരി, ഞാനും വരാം. അതെ, ആളുകൾ അധികമുണ്ട്. ഉടനെ വരണം. താങ്ക് യു. എടോ, ഈ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ആദ്യമാണ്. ആരാണ് ഇത്രയും ആളുകളെ ഇളക്കിവിടുന്നത്? അവന്മാർ ആ ചേരി പ്രദേശത്തെ റൗഡികളാണ്. നമ്മോട് എതിരാ ഇങ്ങനെയും ചെല്ലും. തന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്, ഇത്തരക്കാരെ നമ്മുടെ കൂടെ നിർത്തണമെന്ന്. നമ്മെ എതിർക്കുന്നവർ ശക്തരാണെങ്കിൽ തീർച്ചയായും അവർ നമ്മോട് കൂടെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ പഞ്ഞമില്ലാത്ത ഒന്ന് ഇതാ മുദ്രാവാക്യം. അവരെല്ലാം കൂടി ഇങ്ങോട്ട് എത്തുമോ? ഇതെല്ലാം കേട്ട് താനിങ്ങനെ പേടിച്ചാലോ? പോലീസിനെ കണ്ടാൽ അവന്റെ ഒന്നും പുളി പോലും കാണില്ല. ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവരെ, വിഷമുതലാളിമാരെ, 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 നിങ്ങൾ ബഹളമുണ്ടാക്കാതിരിക്കും. എന്താ കാര്യം?
എടുക്കണ വണ്ടി ഇവന്റെ ഒക്കെ നെഞ്ചത്ത് കൂടി. എനിക്ക് സാധിക്കില്ല സാർ, ഇതാ താക്കോ. ഇനി നീ രക്ഷപ്പെടാവുന്ന നിഷ്കളങ്കരായ കുട്ടികളെ ഞെരിച്ചു കൊന്ന ഇവനെ കൊന്നിട്ട് ജയിലിൽ പോകാനും ഞങ്ങൾ തയ്യാറാണ് സാർ. ഇവനെ മാത്രമല്ല, ഇവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ. അതുകൊണ്ടായില്ല. ചില വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ ഒന്നിച്ചു മുന്നേറിയാൽ മാത്രമേ ഇത്തരം രാജ്യദ്രോഹികളെയും ഇവരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും സേവനത്തിന്റെ കുപ്പായമണിഞ്ഞു നടക്കുന്ന നേതാക്കന്മാരെയും നിലയ്ക്ക് നിർത്താൻ ഒക്കൂ. എങ്കിൽ മാത്രമേ നമുക്കും ഈ രാജ്യത്തിന് രക്ഷ കിട്ടുകയുള്ളൂ. ഞങ്ങൾ സാറിനോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ കൂടെ വരാൻ സാർ ഒരുക്കമാണോ? പ്രതിഫലം കൂടാതെ ജനസേവനം മാത്രം ലക്ഷ്യമാക്കി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? അവരുടെ മുൻപന്തിയിൽ ഞാനുണ്ടാവും. യു ആർ അണ്ടർ അറസ്റ്റ്. എല്ലാവരും പിരിഞ്ഞു പോകണം. ഇല്ല, ഞങ്ങൾ ഒന്നിച്ചു കൂടുകയാണ്. നാട് നശിപ്പിക്കുന്ന വഞ്ചകന്മാരെയും അവരെ സഹായിക്കുന്ന അധികാരികളെയും തിരഞ്ഞുപിടിച്ച് കൽത്തുറുങ്കിലടയ്ക്കാൻ. ഇന്നോളം ജനങ്ങളിൽ നിന്നും തട്ടിയെടുത്തതെല്ലാം പിടിച്ചെടുത്ത് ഈ പട്ടിണിപ്പാവങ്ങൾ ഉദ്ധരിക്കാൻ. അതിനുവേണ്ടി ഞങ്ങളിനി പുതിയ പോരാളികളാവുകയാണ്. പണത്തിനും പദവിക്കും വേണ്ടിയുള്ള ആവേശമല്ല, സാധാരണക്കാരന് നന്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ വരുന്നത്. മനസ്സും കൈയും ശുദ്ധമായിട്ടുള്ളവർക്ക്, സത്യവും നീതിയും ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ യുഗത്തിന്റെ പിറവിക്ക് വേണ്ടി ഞങ്ങളോടൊത്ത് വരാം. മനുഷ്യക്കുരുതികൾ നടത്തുന്ന ചാട്ടാളന്മാർക്കെതിരെ നമുക്കൊന്നിച്ച് മുന്നോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ ഇനി നമുക്ക് രക്ഷയുള്ളൂ. നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കിട്ടാനുള്ളത് നല്ലൊരു നാളെ, നമുക്കല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക്.